നമസ്കാരം. എല്ലാവർക്കും ബാസീസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ കേരളത്തിലെ ദൃശ്യശ്രാവ്യ കലകളുമായി ബന്ധപ്പെട്ട കേരളത്തിലെ അനുഷ്ഠാന കലകൾ എന്നൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് മുടിയേറ്റ് എന്ന കലാരൂപത്തെ പറ്റി പഠിക്കാം. കേരളത്തിലെ കാളീക്ഷേത്രങ്ങളിൽ കാണപ്പെടുന്ന അനുഷ്ഠാന കലയാണ് മുടിയേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ കാളീക്ഷേത്രങ്ങളിൽ കാണപ്പെടുന്ന അനുഷ്ഠാന കലയാണ് മുടിയേറ്റ്. പ്രധാനമായും കേരളത്തിൽ നടന്നു വരുന്ന ഭദ്രകാളി പ്രീതിക്കായുള്ള അനുഷ്ഠാന കലയാണ് മുടിയേറ്റ്. അപ്പോൾ ഭദ്രകാളി പ്രീതിക്ക് വേണ്ടിയാണ് മുടിയേറ്റ് എന്ന കലാരൂപം നമ്മൾ നടത്തുന്നത്. മധ്യ തിരുവിതാംകൂറിൽ അറിയപ്പെടുന്നത് മുടിയെടുപ്പ് എന്നാണ്. അപ്പോൾ മധ്യ തിരുവിതാംകൂറിൽ മുടിയേറ്റ് അറിയപ്പെടുന്നത് മുടിയെടുപ്പ് എന്നാണ്. എന്നാലും ഇവ തമ്മിൽ വേഷവിധാനത്തിലും ചടങ്ങുകളിലും ചെറിയ വ്യത്യാസമുണ്ട്. വേഷവിധാനത്തിലും അതുപോലെ തന്നെ ഇതിൻ്റെ ചടങ്ങുകളിലുമൊക്കെ ചെറിയ വ്യത്യാസമുണ്ടെങ്കിലും മുടിയേറ്റും മുടിയെടുപ്പും ഏകദേശമൊക്കെ ഒരുപോലെയാണ്. ഭദ്രകാളി ദാരിക പുരാവൃത്തം ഇതിവൃത്തമായ കലാരൂപമാണ് മുടിയേറ്റ്. അപ്പോൾ ഭദ്രകാളിയും ദാരികൻ്റെയും പുരാവൃത്തം ഇതിവൃത്തമായ ഒരു കലാരൂപമാണ് മുടിയേറ്റ് എന്ന് പറയുന്നത്. ഭദ്രകാളി, ദാരികൻ, ശിവൻ, നാരദൻ, ദാനവേന്ദ്രൻ, കോയിമ്പാടർ, കുളി എന്നീ കഥാപാത്രങ്ങളാണ് മുടിയേറ്റിലുള്ളത്. അപ്പം മുടിയേറ്റിലെ കഥാപാത്രങ്ങളാണ് ഭദ്രകാളി, ദാരികൻ, ശിവൻ, നാരദൻ, ദാനവേന്ദ്രൻ, കോയിമ്പാടർ, കുളി എന്നിവ. കൂടിയാട്ടത്തിന് ശേഷം രണ്ടാമതായി യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ കലാരൂപമാണ് മുടിയേറ്റ്. അപ്പോൾ കൂടിയാട്ടത്തിന് ശേഷം രണ്ടാമതായിട്ട് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ കലാരൂപമാണ് മുടിയേറ്റ്. അപ്പോൾ ആദ്യമായിട്ട് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ആദ്യമായി ഇടം നേടിയ കലാരൂപം കൂടിയാട്ടമാണ്. വർഷം 2001. അതിനുശേഷം രണ്ടാമതായിട്ട് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ കലാരൂപമാണ് മുടിയേറ്റ്. വർഷം ഓർക്കുക, 2010. ചെണ്ട, ചേങ്ങില, ഇലത്താളം എന്നിവയാണ് മുടിയേറ്റിലെ അകമ്പടി വാദ്യങ്ങൾ. അപ്പം മുടിയേറ്റിലെ ഉപയോഗിക്കുന്ന വാദ്യങ്ങളാണ് ചെണ്ട, ചേങ്ങില, ഇലത്താളം എന്നിവ. പുരുഷന്മാരാണ് വേഷമിട്ട് അഭിനയിക്കുന്നത്. അപ്പം മുടിയേറ്റിൽ അഭിനയിക്കുന്നത് പുരുഷന്മാരാണ്. ആംഗികവും വാചികവും സാത്വികവുമായ ആണ് മുടിയേറ്റിലെ ദൃശ്യാഭിനയം. ഇതിലെ പാട്ടുകൾ സോപാന സംഗീത ശൈലിയിൽ ഉള്ളതാണ്. അടുത്തത് നമ്മൾ തെയ്യത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്. തെയ്യം ഉത്തര കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു ദ്രാവിഡ ഗ്രാമീണ അനുഷ്ഠാന കലയാണ് തെയ്യം. അപ്പോൾ ഉത്തര കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു ദ്രാവിഡ ഗ്രാമീണ അനുഷ്ഠാന കലയാണ് തെയ്യം എന്ന് പറയുന്നത്. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂരാണ്. തെയ്യങ്ങളുടെ നാടെന്നറിയപ്പെടുന്ന സ്ഥലം കണ്ണൂരാണ്. ഗ്രാമീണ കേരളത്തിൻ്റെ പരിച്ഛേദ്യ അനുഷ്ഠാന കലയാണ് തെയ്യം. ആരാധനയും ദൈവസങ്കല്പവും ഒത്തിണങ്ങിയ അമാനുഷിക പരിവേഷം ചാർത്തുന്ന കലാരൂപമാണ് തെയ്യം. അപ്പോൾ ആരാധനയും ദൈവസങ്കല്പവും ഒക്കെ ഒത്തിണങ്ങിയ ഒരു അമാനുഷിക പരിവേഷം ചാർത്തുന്ന കലാരൂപമാണ് തെയ്യം. കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിൽ പ്രധാനമായും പ്രചാരത്തിലുള്ള കലാരൂപമാണിത്. തെയ്യം എന്ന പദത്തിൻ്റെ അർത്ഥം ദൈവം എന്നാണ്. അപ്പോൾ തെയ്യം എന്ന പദത്തിൻ്റെ അർത്ഥം ദൈവം എന്നാണ്. തെയ്യത്തിൻ്റെ ധർമ്മം ഇഷ്ടദേവതയെ പ്രീതിപ്പെടുത്തുക എന്നതാണ്. അപ്പോൾ ഇഷ്ടദേവതയെ പ്രീതിപ്പെടുത്തുക എന്നതാണ് തെയ്യത്തിൻ്റെ ധർമ്മമായിട്ട് കണക്കാക്കുന്നത്. ദേവീദേവന്മാർ, യക്ഷിഗന്ധർവാദികൾ, ഭൂതങ്ങൾ, മൃഗങ്ങൾ, നാഗങ്ങൾ, പൂർവികർ, മൺമറഞ്ഞ വീരനായകന്മാർ തുടങ്ങിയവരെ ദേവതാസങ്കല്പത്തിൽ കോലസ്വരൂപമായി കെട്ടിയാടിച്ച് ആണ് ഇതിൽ ആരാധിക്കുന്നത്. തെയ്യം തിറയിൽ സ്ത്രീകൾ കെട്ടിയാടുന്ന തെയ്യമാണ് ദേവക്കൂത്ത് തെയ്യം എന്നറിയപ്പെടുന്നത്. അപ്പോൾ തെയ്യത്തിൽ സ്ത്രീകൾ കെട്ടിയാടുന്ന തെയ്യം അതിന് പറയുന്നത് ദേവക്കൂത്ത് തെയ്യം എന്നാണ്. അടയാളം കൊടുക്കലാണ് തെയ്യത്തിന് മുമ്പുള്ള ആദ്യ ചടങ്ങുകളിലൊന്ന്. തെയ്യത്തിനുള്ള തീയതി നിശ്ചയിച്ച് കോലക്കാരനെ, അതായത് തെയ്യം കെട്ടുന്ന ആളെ കോലര കെട്ടാൻ ഏൽപ്പിക്കുന്ന ചടങ്ങാണിത്. അപ്പോൾ അടയാളം കൊടുക്കൽ എന്നതാണ് തെയ്യത്തിന് മുമ്പുള്ള ആദ്യ ചടങ്ങ്. തെയ്യത്തിനുള്ള തീയതി നിശ്ചയിച്ച് കോലക്കാരൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തെയ്യം കെട്ടുന്ന ആളാണ്. അദ്ദേഹത്തിന് കോലര കെട്ടാനായിട്ട് ഏൽപ്പിക്കുന്ന ചടങ്ങാണ് അടയാളം കൊടുക്കൽ എന്ന് പറയുന്നത്.
മുടിയെടുക്കൽ എന്ന ചടങ്ങോടെ അവസാനിക്കുന്ന അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം. അപ്പം മുടിയെടുക്കൽ എന്ന ചടങ്ങോടെയാണ് ഈ കലാരൂപം അവസാനിക്കുന്നത്. തെയ്യത്തിൻ്റെ മറ്റ് ചടങ്ങുകളാണ് തുടങ്ങൽ, തോറ്റം, ബലി, നൃത്തം, ആയോധനം, വെള്ളാട്ടം എന്നിവ. അപ്പോൾ തുടങ്ങൽ, തോറ്റം, ബലി, നൃത്തം, ആയോധനം, വെള്ളാട്ടം, പിന്നെ അതുപോലെ തന്നെ മുടിയെടുക്കൽ എന്നിവയൊക്കെയാണ് തെയ്യത്തിൻ്റെ ചടങ്ങുകൾ. തെയ്യത്തിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങളാണ് ചെണ്ട, മദ്ദളം, ഇലത്താളം, ചേങ്ങില, കുഴൽ, ഉടുക്ക്, പെരുമ്പറ എന്നിവ. അപ്പോൾ തെയ്യത്തിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങളാണ് ചെണ്ട, മദ്ദളം, ഇലത്താളം, ചേങ്ങില, കുഴൽ, ഉടുക്ക്, പെരുമ്പറ എന്നിവ. കാസർഗോഡ് ജില്ലയിലെ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട തെയ്യങ്ങൾ അറിയപ്പെടുന്നത് മാപ്പിള തെയ്യങ്ങൾ അല്ലെങ്കിൽ മാപ്പിള പൊറാട്ട് എന്നാണ്. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ മുസ്ലിം സമുദായങ്ങളും തെയ്യങ്ങൾ കെട്ടിയാടാറുണ്ട്. അപ്പോൾ കാസർഗോഡ് ജില്ലയിലെ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട തെയ്യങ്ങൾ അറിയപ്പെടുന്നത് മാപ്പിള തെയ്യങ്ങൾ അല്ലെങ്കിൽ മാപ്പിള പൊറാട്ട് എന്നാണ്. പ്രധാനപ്പെട്ട മാപ്പിള തെയ്യങ്ങളാണ് ആലിത്തെയ്യം, ഉമ്മച്ചിത്തെയ്യം, ബപ്പരിയൻ തെയ്യം, മൂക്രിത്തെയ്യം, കോയിക്കൽ മമ്മദ് തെയ്യം എന്നിവ. എല്ലാ ദിവസവും തെയ്യം അവതരിപ്പിക്കുന്ന കേരളത്തിലെ ക്ഷേത്രമാണ് പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം. അപ്പോൾ എല്ലാ ദിവസവും തെയ്യം അവതരിപ്പിക്കുന്ന കേരളത്തിലെ ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രമാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കേരളത്തിൽ തെയ്യം മ്യൂസിയം നിലവിൽ വരുന്നത് കണ്ണൂരാണ്. അപ്പോൾ കേരളത്തിൽ തെയ്യം മ്യൂസിയം നിലവിൽ വരുന്നത് കണ്ണൂരാണ്. കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ തെയ്യം കലാകാരനുള്ള പ്രഥമ അവാർഡ് നേടിയ കുറുംകുഴൽ വാദകനാണ് UK കുഞ്ഞിരാമ പണിക്കർ. അപ്പോൾ കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ തെയ്യം കലാകാരനുള്ള ആദ്യത്തെ അവാർഡ് നേടിയ കുറുംകുഴൽ വാദകനാണ് UK കുഞ്ഞിരാമ പണിക്കർ. അടുത്തത് നമ്മൾ നോക്കുന്നത് മാർഗംകളിയെക്കുറിച്ചാണ്. മാർഗംകളി ക്രിസ്തീയ ആചാരങ്ങളുടെയും കേരളീയ സംസ്കാരത്തിൻ്റെയും സമന്വയ കലാരൂപമാണ് മാർഗംകളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്രിസ്തീയ ആചാരങ്ങളുടെയും കേരളീയ സംസ്കാരത്തിൻ്റെയും സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു കലാരൂപമാണ് മാർഗംകളി. സുറിയാനി ക്രിസ്ത്യാനികളുടെ വിശേഷ അവസരങ്ങളിലും മാർഗംകളി നിർബന്ധമായിരുന്നു. അപ്പോൾ സുറിയാനി ക്രിസ്ത്യാനികളുടെ വിശേഷപ്പെട്ട എന്തെങ്കിലും അവസരങ്ങളൊക്കെ വരികയാണെങ്കിലും അവിടെ അന്ന് മാർഗംകളി കളിക്കുമായിരുന്നു. ഏകദേശം 400-ലധികം വർഷത്തെ പഴക്കം ഈ കലാരൂപത്തിനുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ക്രിസ്തുവർഷം 1600-നും 1700-നും ഇടയിലാണ് മാർഗംകളി രൂപം കൊണ്ടതെന്നാണ് കരുതപ്പെടുന്നത്. വിവാഹ ആഘോഷ വേളകളിലും പെരുന്നാളുകളിലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിനോദ രൂപമായിട്ടാണ് മാർഗംകളി മാറിയിരിക്കുന്നത്. ജ്ഞാനായ ക്രിസ്ത്യാനികൾക്കിടയിലാണ് മാർഗംകളിക്ക് കൂടുതൽ പ്രചാരമുള്ളത്. അപ്പോൾ മാർഗംകളിക്ക് കൂടുതൽ പ്രചാരമുള്ളത് ജ്ഞാനായ ക്രിസ്ത്യാനികൾക്കിടയിലാണ്. പരമ്പരാഗത വേഷമായ വെള്ളമുണ്ടും ചട്ടയുമാണ് മാർഗംകളിയുടെ വേഷം. അപ്പോൾ മാർഗംകളിയുടെ വേഷം വെള്ളമുണ്ടും ചട്ടയുമാണ്. AD 52 കേരളം സന്ദർശിച്ച തോമാസ് ലീഹയുടെ ചരിത്രമാണ് മാർഗംകളി പാട്ടുകളുടെ ഇതിവൃത്തം കേട്ടോ. അപ്പോൾ AD 52 കേരളം സന്ദർശിച്ച തോമാസ് ലീഹായുടെ ചരിത്രമാണ് മാർഗംകളി പാട്ടുകളുടെ ഇതിവൃത്തമായിട്ട് കണക്കാക്കുന്നത്. ക്രിസ്തുവിൻ്റെ മാർഗം എന്ന അർത്ഥത്തിലാണ് ഇത് മാർഗംകളി ആയത്. ഇലത്താളമാണ് പിന്നണിയിലെ താളം. അപ്പോൾ ഇത്രയാണ് മാർഗംകളിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അടുത്തത് നമ്മൾ നോക്കുന്നത് അർജുന നൃത്തത്തെ പറ്റിയാണ്. അർജുന നൃത്തം ദേവീക്ഷേത്രങ്ങളിൽ തൂക്കം എന്ന ഉത്സവ നേർച്ചയുടെ ഭാഗമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു അനുഷ്ഠാന നൃത്തമാണ് അർജുന നൃത്തം. അപ്പോൾ ദേവീക്ഷേത്രങ്ങളിൽ തൂക്കം എന്ന ഒരു ഉത്സവ നേർച്ചയുണ്ട്, ഉത്സവകാലത്തുള്ള നേർച്ചയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കുന്ന അനുഷ്ഠാന നൃത്തമാണ് അർജുന നൃത്തം. അർജുന നൃത്തത്തിന് കൂടുതൽ പ്രചാരമുള്ളത് കോട്ടയം, ആലപ്പുഴ എന്നീ ജില്ലകളിലാണ്. അപ്പോൾ അർജുന നൃത്തം കൂടുതൽ പ്രചാരമുള്ളത് കോട്ടയം, ആലപ്പുഴ എന്നീ ജില്ലകളിലാണ്. മയിൽപീലി നൃത്തം എന്നും അർജുന നൃത്തം അറിയപ്പെടുന്നു. അപ്പോൾ അർജുന നൃത്തത്തിൻ്റെ മറ്റൊരു പേരാണ് മയിൽപീലി നൃത്തം. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. മയിൽപീലി നൃത്തം എന്നറിയപ്പെടുന്നത് അർജുന നൃത്തമാണ്. ആര്യ ദ്രാവിഡ സങ്കലനത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന കലാരൂപമാണ് അർജുന നൃത്തം.
കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം ഭദ്രകാളിയെ പ്രീതിപ്പെടുത്താൻ അർജുനൻ നൃത്തം ചെയ്തു എന്നാണ് ഇതിൻ്റെ സങ്കല്പം. അപ്പോൾ കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം ഭദ്രകാളിയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി അർജുനൻ നൃത്തം ചെയ്തു എന്നതാണ് ഇതിൻ്റെ സങ്കല്പം. പ്രത്യേകം പണി കഴിപ്പിച്ചിട്ടുള്ള ചാടുകളിൽ കയറി നിന്ന് നൃത്തം ചെയ്യുന്നതിനാൽ കളരി അഭ്യാസം ആവശ്യമായ ഒരു കലാരൂപമാണ് അർജുന നൃത്തം. അപ്പോൾ ഈ അർജുന നൃത്തം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രത്യേകം ഇതിനു വേണ്ടി പണി കഴിപ്പിച്ചിട്ടുള്ള ചാടുകളിൽ കയറി നിന്നിട്ടാണ് ഇതിനു വേണ്ടി നൃത്തം ചെയ്യുന്നത്. അപ്പോൾ കളരി അഭ്യാസം ആവശ്യമായ ഒരു കലാരൂപമാണ് അർജുന നൃത്തം. കവിത്തങ്ങൾ എന്നാണ് അർജുന നൃത്തത്തിലെ പാട്ടുകൾക്ക് പറയുന്നത്. അപ്പോൾ അർജുന നൃത്തത്തിൽ ഉപയോഗിക്കുന്ന പാട്ടുകളാണ് കവിത്തങ്ങൾ എന്നാണ് അതിൻ്റെ പേര്. അർജുന നൃത്തത്തിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങളാണ് ചെണ്ട, മദ്ദളം, ഇലത്താളം എന്നിവ. അപ്പോൾ അർജുന നൃത്തത്തിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ചെണ്ട, മദ്ദളം, ഇലത്താളം എന്നിവയാണ്. അർജുന നൃത്തത്തിൽ ഉപയോഗിക്കുന്ന പ്രത്യേക വാദ്യമാണ് തായി. അപ്പോൾ ഇത് കൂടാതെ അർജുന നൃത്തത്തിൽ ഇതിനു വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള വാദ്യമാണ് തായി എന്ന് പറയുന്നത്. അടുത്തത് കണ്യാർ കളിയാണ്. കണ്യാർ കളി പാലക്കാട് ജില്ലയിൽ പ്രചാരമുള്ള അനുഷ്ഠാന കലയാണ് കണ്യാർ കളി. അപ്പോൾ കേരളത്തിലെ പാലക്കാട് ജില്ലയിലാണ് ഇതിന് കൂടുതൽ പ്രാധാന്യമുള്ളത്. പാലക്കാട് ജില്ലയിൽ പ്രചാരമുള്ള അനുഷ്ഠാന കലയാണ് കണ്യാർ കളി. പാലക്കാടൻ ഗ്രാമജീവിതത്തിൻ്റെ ചൈതന്യം ആവാഹിച്ചെടുത്ത കലാരൂപമെന്നാണ് കണ്യാർ കളിയെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ദേശത്ത് കളി, ലാലക്കളി, മരുന്ന് കളി, പൊന്നാനക്കളി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് കണ്യാർ കളിയാണ്. അപ്പോൾ ദേശത്ത് കളിയെന്നും ലാലക്കളിയെന്നും മരുത്ത് കളിയെന്നും പൊന്നാനക്കളിയെന്നും പേരുകളിൽ അറിയപ്പെടുന്നത് കണ്യാർ കളിയാണ്. അപ്പോൾ കണ്യാർ കളി അറിയപ്പെടുന്ന മറ്റ് പേരുകളാണ് ദേശത്ത് കളി, ലാലക്കളി, മരുത്തുകളി, പൊന്നാനക്കളി എന്നിവ. 4 ദിവസം നീണ്ടു നിൽക്കുന്ന കണ്യാർ കളിയിൽ അനുഷ്ഠാനപരമായി ആദ്യം വട്ടക്കളിയും തുടർന്ന് വിനോദപരമായ പുറാട്ടുകളിയുമാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ 4 ദിവസം നീണ്ടു നിൽക്കുന്ന ആണ് കണ്യാർ കളി. അനുഷ്ഠാനപരമായിട്ട് ആദ്യം വട്ടക്കളിയാണ് കളിക്കുക, തുടർന്ന് വിനോദപരമായ പുറാട്ടുകളിയും ഇതിനെ അവതരിപ്പിക്കുന്നു. നടവട്ടമാണ് ഇതിൻ്റെ ആരംഭം. കളിപ്പന്തലിൽ അനുഷ്ഠാനങ്ങളോടെ പ്രവേശിച്ച് കളി നടത്തുന്നതിനെയാണ് നടവട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഒരു ചടങ്ങാണ് നടവട്ടം. നടവട്ടത്തോടുകൂടിയാണ് ഇത് ആരംഭിക്കുന്നത്. കളിപ്പന്തലിൽ അനുഷ്ഠാനങ്ങളോടെ പ്രവേശിച്ച് കളി നടത്തുന്നതിനെയാണ് നമ്മൾ നടവട്ടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്യാർ കളിയുടെ അടുത്ത ഭാഗം വിനോദത്തിലൂന്നിയ പൊറാട്ടുകളിയാണ്. അപ്പോൾ രണ്ടാമത്തെ ഭാഗം പൊറാട്ടുകളിയാണ്. കണ്യാർ കളിയിലെ അവസാന ചടങ്ങാണ് പൂവാരൽ. അപ്പോൾ കണ്യാർ കളിയിലെ അവസാന ചടങ്ങ് ഏതാണെന്ന് ചോദിച്ചാൽ അത് പൂവാരലാണ്. പാലക്കാട് ജില്ലയിലെ ഭഗവതി കാവുകളിലും വേട്ടക്കൊരുമകൻ ക്ഷേത്രത്തിലും തറികളിലുമാണ് കണ്യാർ കളി അവതരിപ്പിക്കാറുള്ളത്. അപ്പോൾ കണ്യാർ കളി അവതരിപ്പിക്കുന്നത് എവിടെയൊക്കെയാണെന്നാണ് ചോദ്യം. പാലക്കാട് ജില്ലയിലെ ഭഗവതി കാവുകളിലും അതുപോലെ വേട്ടക്കൊരുമകൻ ക്ഷേത്രങ്ങളിലും തറകളിലുമാണ് കണ്യാർ കളി അവതരിപ്പിക്കുന്നത്. ഭഗവതി പ്രീതിക്ക് വേണ്ടിയാണ് കണ്യാർ കളി നടത്തുന്നത്. അപ്പോൾ കണ്യാർ കളി നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? ഭഗവതിയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. നായർ സമുദായത്തിൽപ്പെട്ടവരാണ് സാധാരണ കണ്യാർ കളി അവതരിപ്പിക്കുന്നത്. അപ്പോൾ കണ്യാർ കളി അവതരിപ്പിക്കുന്നത് സാധാരണയായിട്ട് നായർ സമൂഹത്തിൽ പെട്ടവരാണ്. ചേര രാജവംശത്തിൻ്റെ കാലത്തോളം പഴക്കമുള്ള കലാരൂപമാണ് കണ്യാർ കളി. അപ്പോൾ കണ്യാർ കളിക്ക് നല്ല പഴക്കമുള്ള ഒരു കലാരൂപമാണ്. അനുഷ്ഠാന അംശങ്ങളും നാടകാംശങ്ങളും കണ്യാർ കളിയിൽ സന്നിവേശിപ്പിച്ചിരിപ്പുണ്ട്. സവിശേഷമായ താളവ്യവസ്ഥകൾ കണ്യാർ കളിയുടെ പ്രത്യേകതയാണ്. കളരി അഭ്യാസത്തിൽ അധിഷ്ഠിതമായ ശരീരചലനങ്ങളാണ് കളിയുടെ മറ്റൊരു ആകർഷണീയത. അപ്പോൾ അനുഷ്ഠാന അംശങ്ങളും അതുപോലെ തന്നെ നാടകത്തിലെ അംശങ്ങളും ഒക്കെ കണ്യാർ കളിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സവിശേഷമായ താളവ്യവസ്ഥകൾ കണ്യാർ കളിയുടെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ കളരി അഭ്യാസത്തിൽ അധിഷ്ഠിതമായ ശരീരചലനങ്ങളാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അടുത്തത് നമ്മൾ നോക്കുന്നത് തിരുവാതിര കളിയാണ്. തിരുവാതിര കളി അരങ്ങുകളിലും വീട്ടുമുറ്റത്തും സ്ത്രീകൾ അനുഷ്ഠിക്കുന്ന ഒരു കലാരൂപമാണ് തിരുവാതിര കളി എന്ന് പറയുന്നത്. പാതിര പൂച്ചൂടൽ തിരുവാതിര ദിവസം പാതിര പൂച്ചൂടൽ എന്നത് തിരുവാതിര ദിവസവുമായി ബന്ധപ്പെട്ട ഒരു വിശേഷ ചടങ്ങാണ്. അപ്പോൾ തിരുവാതിര ദിവസവുമായി ബന്ധപ്പെട്ട ഒരു വിശേഷപ്പെട്ട ചടങ്ങാണ് പാതിര പൂച്ചൂടൽ എന്ന് പറയുന്നത്.
തിരുവാതിര ആഘോഷവുമായി ബന്ധപ്പെട്ട വിഭവമാണ് എട്ടങ്ങാടി. തിരുവാതിര ആഘോഷവുമായി ബന്ധപ്പെട്ട ഒരു വിഭവമാണ് എട്ടങ്ങാടി. തിരുവാതിരയുടെ അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട തിരുവാതിര പാട്ടുകളാണ് ഗംഗയുണർത്തുപാട്ട്, കളംതുടിപ്പാട്ട്, സ്തുതികൾ, ഊഞ്ഞാൽ പാട്ടുകൾ, താലോലം പാട്ട്, തുമ്പിതുള്ളൽ പാട്ട്, കൈകൊട്ടിക്കളി പാട്ട്, കുമ്മാട്ടിപ്പാട്ട് എന്നിവ. അടുത്തത് നമ്മൾ നോക്കുന്നത് അറബനമുട്ടിനെ കുറിച്ചാണ്. അറബനമുട്ട് മുസ്ലിങ്ങളുടെ ഇടയിൽ പ്രചാരമുള്ള ഭക്തിരസപ്രധാനമായ കലാരൂപമാണ് അറബനമുട്ട് എന്ന് പറയുന്നത്. മുസ്ലിങ്ങളുടെ ഇടയിൽ പ്രചാരമുള്ള ഒരു കലാരൂപമാണ് അറബനമുട്ട്. അറബന എന്ന വാദ്യോപകരണം കൈകൊണ്ട് മുട്ടിയാണ് കളിക്കുന്നത്. അപ്പോൾ കൈകൊണ്ട് അതിന്മേൽ തട്ടിയിട്ടാണ് ഇത് ഉപകരണം ഉപയോഗിക്കുന്നത്. ആട്ടിൻ തോൽ കൊണ്ട് അറബന നിർമ്മിച്ച് പിത്തള വാറുകൊണ്ട് കിലുക്കിയും ഇത് കെട്ടും. അപ്പോൾ ആട്ടിൻ തോല് കൊണ്ടാണ് ഇത് നിർമ്മിക്കുന്നത്. അപ്പോൾ ആട്ടിൻ തോല് കൊണ്ട് അറബന നിർമ്മിച്ച് പിത്തള വാറുകൊണ്ട് കിലുക്കങ്ങളും ഇതിന് കെട്ടും. അടക്കം എന്നാണ് കളിയുടെ ഓരോ ഭാഗത്തിനും പറയുന്നത്. അപ്പോൾ കളിയുടെ ഓരോ ഭാഗത്തിനും പറയുന്നത് അടക്കം എന്നാണ്. അഭ്യാസ പ്രകടനങ്ങൾ കൊണ്ട് ഊർജ്ജസ്വലമായ കലാരൂപമാണ് അറബനമുട്ട് എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് നോക്കുന്നത് തോൽപ്പാവക്കൂത്താണ്. തോൽപ്പാവക്കൂത്ത് പാലക്കാട്, പൊന്നാനി പ്രദേശങ്ങളിൽ ദേവീക്ഷേത്രങ്ങളിൽ നടത്താറുള്ള അനുഷ്ഠാന കലയാണ് തോൽപ്പാവക്കൂത്ത്. അപ്പോൾ പാലക്കാട്, പൊന്നാനി പ്രദേശങ്ങളിൽ ദേവീക്ഷേത്രങ്ങളിൽ നടത്തുന്നതിനുള്ള അനുഷ്ഠാന കലയാണ് തോൽപ്പാവക്കൂത്ത്. നിഴൽപ്പാവകൾ, വടിപ്പാവകൾ, കയ്യുറപ്പാവകൾ, നൂൽപ്പാവകൾ, വിരൽപ്പാവകൾ എന്നിങ്ങനെ പലതരം പാവക്കൂത്ത് പ്രചാരത്തിലുണ്ട്. അപ്പോൾ നിലവിൽ നിഴൽപ്പാവകൾ, വടിപ്പാവകൾ, കയ്യുറപ്പാവകൾ, നൂൽപ്പാവകൾ, വിരൽപ്പാവകൾ എന്നിങ്ങനെ പലതരം പാവക്കൂത്താണ് പ്രചാരത്തിലുള്ളത്. ഓലപ്പാവക്കൂത്ത്, നിഴൽ പാവക്കൂത്ത് എന്നിങ്ങനെ അറിയപ്പെടുന്നത് തോൽപ്പാവക്കൂത്താണ്. അപ്പോൾ പാവക്കൂത്തെന്നും നിഴൽ പാവക്കൂത്തെന്നും ഒക്കെ അറിയപ്പെടുന്നത് തോൽപ്പാവക്കൂത്താണ്. മുളവടി കൊണ്ടാണ് പാവകളെ ഇതിൽ നിയന്ത്രിക്കുന്നത്. രാമായണ കഥയാണ് തോൽപ്പാവക്കൂത്തിലെ പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ രാമായണ കഥയാണ് തോൽപ്പാവക്കൂത്തിലെ പ്രധാന വിഷയം. പൂർണ്ണമായി ഇത് അവതരിപ്പിക്കാനായിട്ട് 41 ദിവസം വേണം. പൂർണ്ണമായിട്ട് അവതരിപ്പിക്കാനായിട്ട് 41 ദിവസം വേണം. ഇതിൽ പാവകളുടെ സ്ഥാനം എന്ന് പറയുന്നത് ശ്രീരാമപക്ഷത്തുള്ള പാവകൾ വലതുവശം പ്രതിനിധീകരിക്കുന്നു. അപ്പോൾ ശ്രീരാമൻ്റെ കൂടെയുള്ള പാവകൾ വലതുവശം പ്രതിനിധീകരിക്കുന്നു. അതുപോലെ രാവണപക്ഷം പ്രതിനിധീകരിക്കുന്നത് ഇടതുവശമാണ്. 7 പറയാണ് തോൽപ്പാവക്കൂത്തിലെ പ്രധാന വാദ്യം എന്ന് പറയുന്നത്. 7 പറ. പറയുടെ ആകൃതിയിലുള്ള ചെണ്ട, മദ്ദളം എന്നിവയാണ് അകമ്പടി വാദ്യങ്ങൾ. ഇതിനു വേണ്ടിയുള്ള അകമ്പടി വാദ്യങ്ങളാണ് ചെണ്ട, മദ്ദളം എന്നിവ. 2020 പത്മശ്രീ ലഭിച്ച നോക്കുവിദ്യ പാവകളി കലാകാരിയാണ് മൂഴിക്കൽ പങ്കജാക്ഷി. 2020 പത്മശ്രീ ലഭിച്ച നോക്കുവിദ്യ പാവകളി കലാകാരിയാണ് മൂഴിക്കൽ പങ്കജാക്ഷി. ഇവർ കോട്ടയം സ്വദേശിയാണ്. അടുത്ത പോയിന്റ് ദഫ്മുട്ടാണ്. ദഫ്മുട്ടിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. മുസ്ലിം സമുദായക്കാരുടെ ഇടയിൽ പ്രചാരമുള്ള അനുഷ്ഠാന കലാരൂപമായ ദഫ്മുട്ട് കളിക്ക് ദഫ് അഥവാ ദപ്പ് എന്ന വാദ്യോപകരണമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മുസ്ലിം സമുദായക്കാരുടെ ഇടയിൽ പ്രചാരമുള്ള അനുഷ്ഠാന കലയാണ് ദഫ്മുട്ട് അല്ലെങ്കിൽ ദപ്പ് എന്നും ഇതറിയപ്പെടുന്നു. ദഫ്മുട്ട് കളി അല്ലെങ്കിൽ ദഫാണ് കേട്ടോ. ദപ്പ് എന്ന വാദ്യോപകരണമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനുപയോഗിക്കുന്ന വാദ്യോപകരണമാണ് ദപ്പ് കേട്ടോ. ദഫ് എന്നത് ഒരു പേർഷ്യൻ പദമാണ്. ഇരുന്നും നിന്നും ചാഞ്ഞും ചെരിഞ്ഞും ചുറ്റിയും ഉള്ള ശരീരചലനങ്ങൾ കളിയുടെ പ്രത്യേകതയാണ്. ഇരുന്നും അതുപോലെ ചാഞ്ഞും ചരിഞ്ഞും ചുറ്റിയും ഒക്കെ ശരീരചലനങ്ങൾ ആണ് ഈ കളിയുടെ പ്രത്യേകത. അറേബ്യയിൽ നിന്നാണ് ദഫ് കളി കേരളത്തിലെത്തിയത്. അപ്പോൾ അറേബ്യയിൽ നിന്നാണ് ദഫ് കളി കേരളത്തിലെത്തിയത്. മതപരമായ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി അവതരിപ്പിക്കുന്ന ദഫ്മുട്ട് കളിയാണ് ദപ്പ് റാത്തീബ്. മതപരമായ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കുന്ന ദഫ്മുട്ട് കളിയാണ് ദപ്പ് റാത്തീബ്.
അനുഷ്ഠാനം എന്നതിനു പുറമെ ഒരു സാമൂഹ്യ വിനോദമായും ദഫ് മുട്ടുകളി അവതരിപ്പിക്കാറുണ്ട്. മുൻകാലങ്ങളിൽ ആണുങ്ങൾ മാത്രമായിരുന്നു ദഫ് മുട്ടുകളി അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ അടുത്ത കാലത്തായി ചില നിയന്ത്രണങ്ങളോടെ സ്ത്രീകളുടെ സംഘങ്ങളും ദഫ് മുട്ടുകളി അവതരിപ്പിക്കാറുണ്ട്. മരത്തിൻ്റെ കുറ്റി കുഴിച്ചുണ്ടാക്കി അതിൻ്റെ ഒരു വശത്ത് തോൽ വലിച്ചു കെട്ടി വൃത്താകൃതിയിൽ നിർമ്മിക്കുന്ന ഒരു വാദ്യോപകരണമാണ് ദഫ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ദഫ് എന്നാണ് പറയുന്നത്? മരത്തിൻ്റെ കുറ്റി കുഴിച്ചുണ്ടാക്കി അതിൻ്റെ ഒരു വശത്ത് തോൽ വലിച്ചു കെട്ടി വൃത്താകൃതിയിൽ നിർമ്മിക്കുന്ന ഒരു വാദ്യോപകരണമാണ് ദഫ്. ദപ്പ് റാത്തീബ്, കുഞ്ഞ് റാത്തീബ്, ദപ്പ് കവാത്ത് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ദഫ് മുട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മറ്റ് പേരുകൾ ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്നു എന്നാണ് പറയുന്നത്? ദപ്പ് റാത്തീബ്, കുഞ്ഞ് റാത്തീബ്, ദപ്പ് കവാത്ത് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ദഫ് മുട്ടാണ്. അപ്പോൾ ഇതിൽ ദഫ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് കാളത്തോട് അല്ലെങ്കിൽ മാട്ടിൻ തോല് കൊണ്ടാണ് ദഫ് നിർമ്മിക്കുന്നത്. അടുത്തത് പടയണിയാണ്. പടയണിയെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. മധ്യ തിരുവിതാംകൂറിലെ അനുഷ്ഠാന കലയായ പടയണി പടേനി എന്ന പേരിലും അറിയപ്പെടുന്നു. അപ്പോൾ മധ്യ തിരുവിതാംകൂറിലെ പ്രധാനപ്പെട്ട അനുഷ്ഠാന കലയാണ് പടയണി. പടേനി എന്നും അറിയപ്പെടുന്നുണ്ട്. മധ്യ തിരുവിതാംകൂറിലെ ദേവീക്ഷേത്രങ്ങളിൽ അരങ്ങേറുന്ന സംഘടിത കോലം തുള്ളലാണ് പടയണി എന്ന് പറയുന്നത്. അപ്പം മധ്യ തിരുവിതാംകൂറിലെ ദേവീക്ഷേത്രങ്ങളിൽ അരങ്ങേറുന്ന സംഘടിത കോലം തുള്ളലിനെയാണ് നമ്മൾ പടയണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഗ്നി പടർന്ന ചൂട്ടുകറ്റകളുടെ പശ്ചാത്തലമുള്ളതിനാൽ പടയണിക്കുള്ള മറ്റൊരു പേരാണ് ചൂട്ടുപടയണി. അപ്പോൾ അഗ്നി പടർന്ന ചൂട്ടുകറ്റകളുടെ പശ്ചാത്തലം ഉള്ളതുകൊണ്ട് ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് ചൂട്ടുപടയണി. ചൂട്ടുവെപ്പ് എന്ന ചടങ്ങോടുകൂടി ആരംഭിക്കുന്ന അനുഷ്ഠാന നൃത്തരൂപമാണ് പടയണി. അപ്പോൾ ചൂട്ടുവെപ്പ് എന്ന ചടങ്ങോടുകൂടിയാണ് ഈ അനുഷ്ഠാന നൃത്തരൂപം ആരംഭിക്കുന്നത്. ദാരികനെ വധിച്ചിട്ടും കോപം തീരാതിരുന്ന കാളിയെ ശമിപ്പിക്കാനായിട്ട് ശിവനിർദ്ദേശത്താൽ ഭൂതഗണങ്ങൾ കോലം കെട്ടി തുള്ളിയതിൻ്റെ സ്മരണയ്ക്കാണ് പടയണി എന്നാണ് ഇതിൻ്റെ ഐതിഹ്യം. അപ്പോൾ പടയണിയുടെ ഐതിഹ്യമാണ് നമ്മൾ പറയുന്നത്. ദാരികനെ വധിച്ചിട്ടും കോപം തീരാതിരുന്ന കാളിയെ ശമിപ്പിക്കുന്നതിന് വേണ്ടി ശിവനിർദ്ദേശത്തോടുകൂടി ഭൂതഗണങ്ങൾ കോലം കെട്ടി തുള്ളിയതിൻ്റെ സ്മരണയ്ക്കാണ് പടയണി എന്ന കലാരൂപം നമ്മൾ അവതരിപ്പിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഐതിഹ്യം. ഇതിൻ്റെ പ്രധാനപ്പെട്ട വാദ്യമാണ് തപ്പ്. അപ്പോൾ പടയണിയുടെ പ്രധാന വാദ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് തപ്പാണ്. പത്തനംതിട്ട ജില്ലയിലെ കടമ്മനിട്ടയാണ് പടയണിയുടെ ജന്മസ്ഥലം. പടയണിയുടെ ജന്മസ്ഥലം ഏതാണ്? പത്തനംതിട്ട ജില്ലയിലെ കടമ്മനിട്ടയാണ്. പടയണിയുടെ പ്രോത്സാഹനത്തിന് വേണ്ടി പടയണി ഗ്രാമം എന്ന ആശയം മുന്നോട്ട് വെച്ച കലാകാരനാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ. അപ്പോൾ പടയണിയുടെ പ്രോത്സാഹനത്തിന് വേണ്ടി പടയണി ഗ്രാമം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? കടമ്മനിട്ട രാമകൃഷ്ണനാണ്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് അയ്യപ്പൻ പാട്ടും അയ്യപ്പൻ വിളക്കുമാണ്. അയ്യപ്പൻ പാട്ടും അയ്യപ്പൻ വിളക്കും. ധനു 5 മുതലാണ് പടയണിക്കാലം ആരംഭിക്കുന്നത്. അപ്പോൾ പടയണിക്കാലം ആരംഭിക്കുന്നത് ധനു 5 മുതലാണ്. ദക്ഷിണ കേരളത്തിൽ പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ കടമ്മനിട്ട, ഓതറ തുടങ്ങിയ ഭഗവതി ക്ഷേത്രങ്ങൾ ഇന്നും പടയണി പതിവുണ്ട്. അപ്പം എല്ലാ ദിവസവും പടയണി നടത്തുന്ന ക്ഷേത്രമാണ് മധ്യ തിരുവിതാംകൂറിലെ കടമ്മനിട്ട, അതുപോലെ തന്നെ ഓതറ എന്നീ ദേവീക്ഷേത്രങ്ങൾ. പടയണിയുള്ള വിവരം അറിയിച്ചുകൊണ്ടുള്ള കാച്ചിക്കൊട്ടാണ് പ്രധാന ചടങ്ങ്. അപ്പോൾ പടയണിയുള്ള വിവരം അറിയിച്ചുകൊണ്ടുള്ള ചടങ്ങാണ് കാച്ചിക്കൊട്ട്. ഇലകളോട് കൂടിയ മരച്ചില്ലയോ വെള്ളത്തോർത്തോ വീശി ആർത്തു വിളിച്ച് താളം ചവിട്ടുന്ന കാപ്പൊലിയാണ് അടുത്ത ചടങ്ങ്. അപ്പോൾ പടയണിയുടെ വിവരം അറിയിച്ചുകൊണ്ടുള്ള കാച്ചിക്കൊട്ടാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങ്. ഇലകളോട് കൂടിയ മരച്ചില്ലയോ അതുപോലെ തന്നെ വെള്ളത്തോർത്തോ മാത്രം വീശി ആർത്തു വിളിച്ച് താളം ചവിട്ടുന്ന കാപ്പൊലി, അതിൻ്റെ ചടങ്ങിൻ്റെ പേരാണ് കാപ്പൊലിയാണ് ഇതിൻ്റെ
അടുത്ത ചടങ്ങ്. തുടർന്ന് കൈമണിയും താളം തുള്ളുന്നതാണ് കാവടി തുള്ളൽ. തുടർന്ന് കൈമണിയുമായി താളം തുള്ളുന്ന ചടങ്ങാണ് കാവടി തുള്ളൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗണപതിക്കോലം, യക്ഷിക്കോലം, പക്ഷിക്കോലം, മാടൻകോലം, കാലൻകോലം, മറുതക്കോലം, പിശാചുകോലം, ഭൈരവിക്കോലം, ഗന്ധർവൻ കോലം തുടങ്ങിയ കോലങ്ങൾ തലയിലേറ്റി തുള്ളുന്നു. 101 പാള കൊണ്ടുണ്ടാക്കിയ ഭൈരവിക്കോലമാണ് തലയിലേറ്റി തുള്ളുന്ന ഏറ്റവും വലിയ കോലം. അപ്പോൾ തലയിലേറ്റി തുള്ളുന്ന ഏറ്റവും വലിയ കോലമാണ് 101 പാള കൊണ്ടുണ്ടാക്കിയ ഭൈരവിക്കോലം. കാളി ദാരിക യുദ്ധമാണ് പടയണിയിലെ ഇതിവൃത്തം. അപ്പോൾ പടയണിയിലെ ഇതിവൃത്തം ഏതാണ്? കാളി ദാരിക യുദ്ധമാണ്. അപ്പോൾ പടയണിയെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചു. ഇനിയാണ് നമ്മൾ അയ്യപ്പൻ പാട്ടും അയ്യപ്പൻ വിളക്കും എന്ന ഇതിലേക്ക് നമ്മൾ പോകുന്നത് കേട്ടോ. അയ്യപ്പ ഭക്തന്മാർ നടത്തുന്ന അനുഷ്ഠാന കലയായ അയ്യപ്പൻ പാട്ട്, ശാസ്താംപാട്ട്, ഉടുക്ക് പാട്ട് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അയ്യപ്പ ഭക്തന്മാർ നടത്തുന്ന അനുഷ്ഠാന കലയായ അയ്യപ്പൻ പാട്ട് ശാസ്താംപാട്ടെന്നും ഉടുക്കുപാട്ടെന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അയ്യപ്പൻ പാട്ടിൻ്റെ മറ്റു പേരുകളാണ് ശാസ്താംപാട്ടെന്നും ഉടുക്കുപാട്ടെന്നും. ശബരിമലയ്ക്ക് പോകാനായി വ്രതമെടുക്കുന്ന ഭക്തന്മാർ വീട്ടിൽ വെച്ചും ക്ഷേത്രത്തിൽ വെച്ചും അയ്യപ്പൻ പാട്ട് നടത്താറുണ്ട്. പന്തളത്തുള്ള രാജാവിൻ്റെയും ശാസ്താവിൻ്റെയും കഥകൾ, ദേവാസുര യുദ്ധം, പാലാഴി മഥനം തുടങ്ങിയ കഥകളാണ് പാട്ടിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ പന്തളത്ത് രാജാവിൻ്റെയും ശാസ്താവിൻ്റെയും കഥകൾ, അതുപോലെ ദേവാസുര യുദ്ധം, പാലാഴി മഥനം തുടങ്ങിയ കഥകളാണ് ഇതിൻ്റെ പാട്ടിനായിട്ട് ഉപയോഗിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ അയ്യപ്പൻ പാട്ട് കൂടുതൽ ആർഭാടപൂർവ്വം നടത്തി വരുന്നതിനെയാണ് അയ്യപ്പൻ വിളക്കെന്ന് പറയുന്നത്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഈ അയ്യപ്പൻ പാട്ട് തന്നെ കൂടുതൽ ആർഭാടത്തോടു കൂടി നടത്തും. അതിനെയാണ് നമ്മൾ അയ്യപ്പൻ വിളക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് പൂരക്കളിയാണ്. പൂരക്കളി കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ പ്രചാരത്തിലുള്ള അനുഷ്ഠാന കലാരൂപമാണ് പൂരക്കളി. അപ്പോൾ കണ്ണൂർ, അതുപോലെ തന്നെ കാസർഗോഡ് എന്നീ ജില്ലകളിൽ പ്രചാരത്തിലുള്ള അനുഷ്ഠാന കലാരൂപമാണ് പൂരക്കളി. മീനമാസത്തിൽ ഉത്തര കേരളത്തിലെ കാവുകളിലും ഭഗവതി ക്ഷേത്രങ്ങളിലും ആഘോഷിച്ചു വരുന്ന പൂര ഉത്സവത്തിനോടനുബന്ധിച്ചിട്ടാണ് പൂരക്കളി അവതരിപ്പിക്കുന്നത്. 1000-ലേറെ വർഷത്തെ പഴക്കമുള്ളതും മീനമാസത്തിലെ പൂരം നാളിൽ സമാപിക്കുന്ന തരത്തിൽ 9 ദിവസങ്ങളിലായി ആടിപ്പാടി കളിക്കുന്ന അനുഷ്ഠാന കലയാണ് പൂരക്കളി. അപ്പോൾ 1000-ലേറെ വർഷത്തെ പഴക്കമുള്ളതും മീനമാസത്തിലെ പൂരം നാളിൽ സമാപിക്കുന്ന തരത്തിൽ 9 ദിവസങ്ങളിലായിട്ട് ആടിപ്പാടി കളിക്കുന്ന അനുഷ്ഠാന കലയാണ് പൂരക്കളി എന്ന് പറയുന്നത്. കളരിപ്പയറ്റിലെ അടവുകൾ പ്രയോഗിക്കപ്പെടുന്നതും മലബാറിൽ പ്രചാരത്തിലുള്ള നൃത്തവുമാണ് പൂരക്കളി. അപ്പം കളരിപ്പയറ്റിലെ അടവുകൾ ഇതിൽ പ്രയോഗിക്കുന്നുണ്ട്. അതുപോലെ മലബാറിൽ പ്രചാരത്തിലുള്ള നൃത്തമാണ് പൂരക്കളി. കളരിമുറയും ആചാരാനുഷ്ഠാനങ്ങളും ഒത്തുചേരുന്ന കലയാണ് പൂരക്കളി എന്ന് പറയുന്നത്. അപ്പോൾ കളരിമുറയും അതുപോലെ തന്നെ ആചാരാനുഷ്ഠാനങ്ങളും ഒത്തുചേരുന്ന കലയാണ് പൂരക്കളി. ഇപ്പോൾ പൂരക്കളി പ്രധാനമായിട്ട് നടക്കുന്നത് തീയ സമുദായക്കാരുടെ കാവുകളിലാണ്. അപ്പോൾ തീയ സമുദായക്കാരുടെ കാവുകളിലാണ് പ്രധാനമായിട്ടും പൂരക്കളി നടക്കുന്നത്. അടുത്തത് വേലകളിയാണ്. താളവും മേളവും ഒക്കെ ഒത്തിണങ്ങിയ ഒരു കളിയാണ് വേലകളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ക്ഷേത്രങ്ങളിലാണ് വേലകളി അരങ്ങേറുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു അനുഷ്ഠാന കല എന്നതിനേക്കാളും ഉപരി ഒരു കായിക കലാപ്രകടനമായിട്ടാണ് വേലകളിയെ നമ്മൾ കണക്കാക്കുന്നത്. പ്രാചീന കേരളത്തിൻ്റെ വീരസ്മരണയുണർത്തുന്ന ഈ കല നല്ല മെയ്വഴക്കവും ആയോധന കലയിൽ പ്രാവീണ്യം സിദ്ധിച്ചവരുമായ കലാകാരന്മാരാണ് അവതരിപ്പിക്കാറുള്ളത്. അമ്പലപ്പുഴ വേല എന്ന് കീർത്തികേട്ട വേലകളി പഴയ ചെമ്പകശ്ശേരി നാട്ടുരാജ്യത്തിൻ്റെ ആസ്ഥാനമായിരുന്ന അമ്പലപ്പുഴയിലാണ് ആരംഭം കുറിച്ചതെന്ന് കരുതപ്പെടുന്നു. അപ്പോൾ അമ്പലപ്പുഴ വേല എന്ന് അറിയപ്പെട്ടിരുന്ന വേലകളി
പഴയ ചെമ്പകശ്ശേരി നാട്ടുരാജ്യത്തിൻ്റെ ആസ്ഥാനമായിരുന്ന അമ്പലപ്പുഴയിലാണ് ആരംഭിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് വേലകളി തുടങ്ങിയത്. അപ്പോൾ വേലകളി തുടങ്ങിയത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ്. അപ്പോൾ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ചിട്ടാണ് വേലകളി തുടങ്ങിയത്. തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചും വേലകളി അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ വേലകളി അവതരിപ്പിക്കാറുള്ള 2 ക്ഷേത്രങ്ങളാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവും. അടുത്ത പോയിന്റ്, കൗരവ പാണ്ഡവ യുദ്ധത്തിൻ്റെ അനുസ്മരണയാണിതിനു പിന്നിലെങ്കിലും അതല്ല ദേവാസുര യുദ്ധത്തിൻ്റെ സങ്കല്പത്തിലാണ് ഇത് അവതരിപ്പിക്കുന്നതെന്നും 2 തരത്തിലുള്ള വിശ്വാസങ്ങൾ നിലവിലുണ്ട്. അപ്പോൾ കൗരവ പാണ്ഡവ യുദ്ധത്തിൻ്റെ അനുസ്മരണ മാത്രമല്ല ഇതിൻ്റെ പിന്നിലെന്നും അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിലുള്ളത് ദേവാസുര യുദ്ധത്തിൻ്റെ സങ്കല്പത്തിലാണ് ഇത് അവതരിപ്പിക്കുന്നതെന്നും 2 തരത്തിലുള്ള വിശ്വാസങ്ങൾ ഇവിടെ നിലവിലുണ്ട്. കേരളത്തിൻ്റെ തനത് കലയായ വേലകളിയിൽ ഭടന്മാരുടെ വേഷം കെട്ടിയ കലാകാരന്മാർ പരിചയും ചുരികക്കോലും കയ്യിലേന്തിയാണ് വേലകളി അവതരിപ്പിക്കുന്നത്. കരയിൽ നിന്നുകൊണ്ടുള്ള വേലകളി കരവേലയെന്നും കുളത്തിൽ കൊണ്ടുള്ള വേല അറിയപ്പെടുന്നത് കുളത്തിൽ വേലയെന്നും ആനപ്പുറത്ത് തിടമ്പെഴുന്നള്ളിച്ചു നിൽക്കുമ്പോൾ കളിക്കാർ വരിവരിയായി നിന്ന് കളി അവതരിപ്പിക്കുമ്പോൾ അത് തിരുമുമ്പിൽ വേല എന്നും ഒക്കെയാണ് അറിയപ്പെടുന്നത്. കുടിപ്പയറ്റ്, പിടിച്ചുകളി, പടകളി എന്നിങ്ങനെ 3 വിധത്തിലെ പയറ്റുമുറകൾ വേലകളിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. വേലകളിയിലുള്ള 3 തരത്തിലുള്ള പയറ്റുമുറകളാണ് കുടിപ്പയറ്റ്, പിടിച്ചുകളി, പടകളി എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത്. വേലകളിയിലെ പ്രധാനപ്പെട്ട വാദ്യങ്ങളാണ് തകില്, ശുദ്ധമദ്ദളം, ഇലത്താളം, കൊമ്പ്, കുഴൽ എന്നിവ. അപ്പോൾ വേലകളിയിലെ വാദ്യങ്ങൾ ഏതൊക്കെയാണ്? തകില്, ശുദ്ധമദ്ദളം, ഇലത്താളം, കൊമ്പ്, കുഴൽ എന്നിവയാണ്. അടുത്തത് നമ്മൾ നോക്കുന്നത് സർപ്പം പാട്ടാണ്. സർപ്പം പാട്ട് സർപ്പക്കാവുകളിലും നാഗക്ഷേത്രങ്ങളിലും അപൂർവമായി ഗ്രഹങ്ങളിലും വ്രതാനുഷ്ഠാനങ്ങൾ പൂർത്തിയാക്കിയ പുള്ളുവ സമുദായത്തിലെ സ്ത്രീകൾ നടത്തുന്ന ഒരു അനുഷ്ഠാന കലയാണ് ഈ സർപ്പം പാട്ടെന്ന് പറയുന്നത്. അപ്പോൾ സർപ്പക്കാവുകളിലും നാഗക്ഷേത്രങ്ങളിലും അപൂർവമായി മാത്രം ഗ്രഹങ്ങളിലും വ്രതാനുഷ്ഠാനങ്ങൾ പൂർത്തിയാക്കിയ പുള്ളുവ സമുദായത്തിലെ സ്ത്രീകൾ നടത്തുന്ന അനുഷ്ഠാന കലയാണ് സർപ്പം പാട്ടെന്ന് പറയുന്നത്. പാമ്പുതുള്ളൽ, പാമ്പിൻകളം, നാഗംപാട്ട്, സർപ്പോത്സവം എന്നിങ്ങനെയും ഈ കലാരൂപത്തെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ പാമ്പുതുള്ളലെന്നും പാമ്പിൻകളമെന്നും അതുപോലെ തന്നെ നാഗംപാട്ട്, സർപ്പോത്സവം എന്നീ പേരുകളിലുമൊക്കെ ഈ സർപ്പം പാട്ട് അറിയപ്പെടുന്നുണ്ട്. പുള്ളുവ വീണയും കുടവുമാണ് വാദ്യോപകരണങ്ങൾ. അപ്പോൾ ഇതിനുപയോഗിക്കുന്ന വാദ്യോപകരണങ്ങളാണ് പുള്ളുവ വീണയും കുടവും. കന്നി, തുലാം, കുംഭം മാസങ്ങളിലെ ആയില്യം നക്ഷത്രത്തിലാണ് പ്രധാനമായും സർപ്പം പാട്ട് നടത്താറുള്ളത്. അപ്പോൾ കന്നി, തുലാം, കുംഭം മാസങ്ങളിലെ ആയില്യം നക്ഷത്രത്തിലാണ് പ്രധാനമായിട്ടും സർപ്പം പാട്ട് നടത്താറുള്ളത്. അപ്പോൾ അനുഷ്ഠാന കലകളുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വസ്തുതകൾ ഇതാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് നാടൻ കലാരൂപങ്ങളാണ്. നാടൻ കലാരൂപങ്ങൾ. ആദ്യത്തേത് ചവിട്ട് നാടകമാണ്. കേരളത്തിൽ ക്രൈസ്തവരുടെ ഇടയിൽ പ്രചാരത്തിലുള്ള ഒരു കലാരൂപമാണ് ചവിട്ട് നാടകം.
അപ്പോൾ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പ്രചാരത്തിലുള്ള കലാരൂപമാണ് ചവിട്ട് നാടകം. യൂറോപ്പിൽ പ്രചാരത്തിലുള്ള ഓപ്പേറ എന്ന സംഗീത നാടകത്തിൻ്റെ കേരളീയ പകർപ്പ് എന്ന് പറയുന്ന കലാരൂപമാണ് ചവിട്ട് നാടകം. അപ്പോൾ യൂറോപ്പിൽ പ്രചാരമുള്ള ഓപ്പറയുടെ മറ്റൊരു രൂപമാണ് ചവിട്ട് നാടകം. പോർച്ചുഗീസുകാരാണ് കേരളത്തിൽ ചവിട്ട് നാടകം എന്ന കലാരൂപം പരിചയപ്പെടുത്തിയത്. അപ്പോൾ കേരളത്തിൽ ചവിട്ട് നാടകം എന്ന കലാരൂപം കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. പാട്ടും കളരിച്ചുവടുകളും ഒത്തുചേർന്ന കലാരൂപമാണ് ചവിട്ട് നാടകം. അപ്പോൾ പാട്ടും അതുപോലെ തന്നെ കളരിച്ചുവടുകളും ഒത്തുചേരുന്ന കലാരൂപമാണ് ചവിട്ട് നാടകം. കഥകളിയിൽ ഹസ്തമുദ്രകൾക്കുള്ള സ്ഥാനം ചവിട്ട് നാടകത്തിൽ ചുവടിനുണ്ട്. അപ്പോൾ കഥകളിയിലെ ഹസ്തമുദ്രകൾക്കാണ് പ്രാധാന്യമെങ്കിൽ ചവിട്ട് നാടകത്തിൽ ചുവടിനാണ് പ്രാധാന്യം. കേരളത്തിൽ ക്രിസ്തുമതത്തിൻ്റെ പ്രചാരവും വളർച്ചയുമായി ബന്ധപ്പെട്ടാണ് ഈ നാടകരൂപം വളർച്ച പ്രാപിച്ചിട്ടുള്ളത്. അപ്പോൾ കേരളത്തിലെ ക്രിസ്തുമതത്തിൻ്റെ പ്രചാരണവും അതുപോലെ തന്നെ വളർച്ചയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ നാടകരൂപം വളർച്ച പ്രാപിച്ചിട്ടുള്ളത്. പോർച്ചുഗീസ് ഭരണകാലത്താണ് ചവിട്ട് നാടകം ആവിർഭവിച്ചതെന്നാണ് വിശ്വസിക്കുന്നത്. ചിന്നത്തമ്പിപ്പിള്ള, ദേവനായകം പിള്ള എന്നിവരാണ് ചവിട്ട് നാടകത്തിൻ്റെ ഉപജ്ഞാതാക്കളായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉപജ്ഞാതാക്കൾ ആരൊക്കെയാണ്? ചിന്നത്തമ്പിപ്പിള്ളയും വേദനായകം പിള്ളയുമാണ്. ചവിട്ട് നാടകത്തിലെ അടിസ്ഥാന ചുവടുകളെ ഇരട്ടിപ്പുകൾ, അതുപോലെ തന്നെ കലാശങ്ങൾ, ഇരട്ടക്കലാശങ്ങൾ, കവിത്തങ്ങൾ എന്നിങ്ങനെയാണ് വിഭജിച്ചിരിക്കുന്നത്. അപ്പോൾ ചവിട്ട് നാടകത്തിലെ അടിസ്ഥാന ചുവടുകളെ പറയുന്നത് ഇരട്ടിപ്പുകൾ, കലാശങ്ങൾ, ഇടക്കലാശങ്ങൾ, കവിത്തങ്ങൾ എന്നിങ്ങനെയൊക്കെ വിഭജിച്ചിട്ടുണ്ട്. സൽകഥാപാത്രങ്ങളും നീചകഥാപാത്രങ്ങൾക്കും വ്യത്യസ്ത ചുവടുകളും സ്ത്രീ വേഷക്കാർക്ക് ലാസ്യ രൂപത്തിലുള്ള ചുവടുകളുമാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നല്ല കഥാപാത്രങ്ങൾക്കും ചീത്ത കഥാപാത്രങ്ങൾക്കും വ്യത്യസ്തമായ ചുവടുകളും അതുപോലെ തന്നെ സ്ത്രീ വേഷക്കാർക്ക് വേറെ വ്യത്യസ്തമായ ലാസ്യ രൂപത്തിലുള്ള ചുവടുകളുമൊക്കെയാണ് ഉള്ളത്. പുരാതന ഗ്രീക്ക് റോമൻ ഭടന്മാരെയും യൂറോപ്യൻ രാജാക്കന്മാരെയും അനുസ്മരിപ്പിക്കുന്ന വേഷങ്ങളാണ് ഈ കഥാപാത്രങ്ങൾക്ക് ഉള്ളത്. ചവിട്ട് നാടകത്തിലെ ആശാനാണ് അണ്ണാവി എന്ന് പറയുന്നത്. അപ്പോൾ ചവിട്ട് നാടകത്തിലെ ആശാനെ പറയുന്നത് അണ്ണാവി എന്നാണ്. സംഗീതം, ചുവട്, സാഹിത്യം എന്നിവയിലെല്ലാം സാമർഥ്യമുള്ള ആളാണ് അണ്ണാവി എന്ന് പറയുന്നത്. കളരി കെട്ടി ഗുരുകുല സമ്പ്രദായത്തിലാണ് ചവിട്ട് നാടകം പഠിപ്പിക്കുന്നത്. അപ്പോൾ പണ്ടുകാലത്ത് ചവിട്ട് നാടകം പഠിപ്പിച്ചിരുന്നത് കളരി കെട്ടി ഗുരുകുല സമ്പ്രദായത്തിലാണ് ഈ കലാരൂപം പഠിപ്പിച്ചിരുന്നത്. പടയാളികളുടെ വേഷത്തിൽ അവതരിപ്പിക്കുന്ന കലാരൂപമാണ് ചവിട്ട് നാടകം. അപ്പോൾ ചവിട്ട് നാടകത്തിൻ്റെ വേഷം ഏതാണെന്ന് ചോദിച്ചാൽ അത് പടയാളികളുടെ വേഷത്തിലാണിത് അവതരിപ്പിക്കുന്നത്. പന്ത്രണ്ടെണ്ണമാണ് ചവിട്ട് നാടകത്തിലെ അടിസ്ഥാന ചുവടുകൾ. അപ്പോൾ ചവിട്ട് നാടകത്തിലെ അടിസ്ഥാന ചുവടുകൾ എത്രയാണ്? 12 എണ്ണമാണ്. അപ്പോൾ ചവിട്ട് നാടകത്തിലെ അടിസ്ഥാന ചുവടുകളുടെ എണ്ണം 12 കേട്ടോ, 12. തമിഴ് കലർന്ന ഭാഷയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. തമിഴ് കലർന്ന ഭാഷയാണ് ചവിട്ട് നാടകത്തിൽ ഉപയോഗിക്കുന്നത്. കട്ടിയക്കാരൻ എന്നറിയപ്പെടുന്നത് ചവിട്ട് നാടകത്തിലെ ഹാസ്യ കഥാപാത്രമാണ്. അപ്പോൾ ചവിട്ട് നാടകത്തിലെ ഹാസ്യ കഥാപാത്രമാണ് കട്ടിയക്കാരൻ. കാറൽമാൻ ചരിതം ആദ്യത്തെ ചവിട്ട് നാടകമായിട്ടാണ് കരുതപ്പെടുന്നത്. അപ്പോൾ കാറൽമാൻ ചരിതത്തെയാണ് ആദ്യത്തെ ചവിട്ട് നാടകമായിട്ട് കരുതപ്പെടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പേരാണ് തട്ടുപൊളിപ്പൻ. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം. തട്ടുപൊളിപ്പൻ എന്ന പേരിലുള്ള കലാരൂപമാണ് ചവിട്ട് നാടകം. പലകകൾ നിരത്തിയുള്ള തട്ടുകളിൽ അവതരിപ്പിക്കുന്നത് കൊണ്ടാണ് ഇതിനെ ചവിട്ട് നാടകം എന്ന പേര് ലഭിച്ചിരിക്കുന്നത്. അടുത്ത കലാരൂപമാണ് ഒപ്പന. മലബാർ മാപ്പിള സംസ്കാരത്തിൻ്റെ സംഭാവനയാണ് ഒപ്പന. അപ്പം മുസ്ലിം വിഭാഗത്തിൻ്റെ ഒരു സംഭാവനയാണ് ഒപ്പന. അറബി മലയാളം സാഹിത്യ ശൈലിയിലെ മാപ്പിളപ്പാട്ടുകളാണ് ഒപ്പനയ്ക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ അറബി മലയാളം സാഹിത്യ ശൈലിയിലെ പാട്ടുകളാണ് ഒപ്പനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. പരമ്പരാഗത മുസ്ലിം വിവാഹവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന നൃത്തമാണ് ഒപ്പന എന്ന് പറയുന്നത്. അപ്പോൾ പരമ്പരാഗത മുസ്ലിം വിഭാഗവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന നൃത്തം ഏതാണ്? ഒപ്പനയാണ്. അബ്ബന അല്ലെങ്കിൽ അഫ എന്ന അറബി വാക്കിൽ നിന്നാണ് ഒപ്പന എന്ന പേരുണ്ടായത്. അപ്പോൾ അബ്ബന അല്ലെങ്കിൽ അഫ എന്ന അറബി വാക്കിൽ നിന്നാണ് ഒപ്പന എന്ന പേരുണ്ടായത്.
അടുത്തത് യക്ഷഗാനമാണ്. യക്ഷഗാനം കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ പ്രചാരത്തിലുള്ള നാടൻ കലാരൂപമാണ് യക്ഷഗാനം. അപ്പോൾ യക്ഷഗാനം പ്രചാരത്തിലുള്ളത് കാസർഗോഡ് ജില്ലയിലാണ്. ബലയാട്ടം എന്ന പേരുള്ള കലാരൂപമാണ് യക്ഷഗാനം. അപ്പോൾ തട്ടുപൊളിപ്പൻ നമ്മൾ പറഞ്ഞായിരുന്നു. തട്ടുപൊളിപ്പൻ ചവിട്ട് നാടകമാണ്. അതുപോലെ തന്നെ ബലയാട്ടം എന്നറിയപ്പെടുന്നത് യക്ഷഗാനമാണ്. ബലയാട്ടം എന്ന പേരുള്ള കലാരൂപമാണ് യക്ഷഗാനം. യക്ഷഗാനം വേഷത്തിലും മേളത്തിലും പാട്ടിലും കഥകളിയോട് സാദൃശ്യം പുലർത്തുന്ന ആളാണ്. യക്ഷഗാനം വേഷത്തിലും അതുപോലെ തന്നെ മേളത്തിലും പാട്ടിലും കഥകളിയോടൊക്കെ സാദൃശ്യം പുലർത്തുന്നുണ്ട്. സംഭാഷണത്തിന് പ്രാധാന്യമുള്ളതിനാൽ സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്ന കലയാണ് യക്ഷഗാനം. സംഭാഷണത്തിന് പ്രാധാന്യമുള്ളതിനാൽ സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്ന കലയാണ് യക്ഷഗാനം. ചെണ്ട, മദ്ദളം, ഇലത്താളം എന്നിവയാണ് യക്ഷഗാനത്തിലെ പ്രധാന വാദ്യോപകരണങ്ങൾ. യക്ഷഗാനത്തിലെ പ്രധാന വാദ്യോപകരണങ്ങൾ ഏതൊക്കെയാണ്? ചെണ്ട, മദ്ദളം, ഇലത്താളം എന്നിവയാണ്. സംഭാഷണത്തിന് പ്രാധാന്യമുള്ളതിനാൽ സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്നത് യക്ഷഗാനമാണ്. ഇതിലുപയോഗിക്കുന്ന വാദ്യോപകരണങ്ങളാണ് ചെണ്ട, മദ്ദളം, ഇലത്താളം എന്നിവ. അപ്പോൾ ചെണ്ട, മദ്ദളം, ഇലത്താളം എന്നിവയാണ് ഇതിനുപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വാദ്യോപകരണങ്ങൾ. രാമായണം, മഹാഭാരതം എന്നീ കൃതികളെ അവലംബമാക്കി അവതരിപ്പിക്കുന്ന കലയാണ് യക്ഷഗാനം. അപ്പോൾ രാമായണം അതുപോലെ തന്നെ മഹാഭാരതം എന്നീ കൃതികളെ അവലംബമാക്കി അവതരിപ്പിക്കുന്ന കല ഏതാണ്? അത് യക്ഷഗാനമാണ്. യക്ഷഗാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പാർത്തി സുബ്ബനാണ്. യക്ഷഗാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പാർത്തി സുബ്ബൻ. യക്ഷഗാനത്തെ പ്രചാരത്തിൽ കൊണ്ടുവന്ന കവിയാണ് ശിവരാമ കാരന്ത്. അപ്പോൾ യക്ഷഗാനത്തെ പ്രചാരത്തിൽ കൊണ്ടുവന്ന കവിയുടെ പേരാണ് ശിവരാമ കാരന്ത്. അടുത്തത് മാപ്പിളപ്പാട്ടാണ്. മാപ്പിളപ്പാട്ട് മലബാർ മുസ്ലിങ്ങളുടെ തനതു ഭാഷയായ അറബി മലയാള സാഹിത്യത്തിലെ പദ്യവിഭാഗമാണ് മാപ്പിളപ്പാട്ട്. അപ്പോൾ മലബാർ മുസ്ലിങ്ങളുടെ തനതു ഭാഷയായ അറബി മലയാള സാഹിത്യത്തിലെ പദ്യവിഭാഗമാണ് മാപ്പിളപ്പാട്ട്. മാപ്പിളമാരുടെ ജീവിതത്തെയും സംസ്കാരത്തെയും ആചാര സവിശേഷതകളും പ്രതിഫലിപ്പിക്കുന്നവയാണ് മാപ്പിളപ്പാട്ടുകൾ. കേരളത്തിലെ നാടൻ പാട്ടുകളുടെയും അറബി ഗാന ശൈലിയുടെയും സങ്കലനവും നാടൻ ഗാനങ്ങളുടെ സ്വഭാവ സവിശേഷതകളും വാമൊഴി പാരമ്പര്യത്തിൻ്റെയും വരമൊഴി പാട്ടുകളുടെയും മിശ്രിതവുമാണ് മാപ്പിളപ്പാട്ട് ഗാനശാഖ എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ നാടൻ പാട്ടുകളുടെയും ഒക്കെ അതുപോലെ തന്നെ അറബി ഗാനശൈലിയുടെയും സങ്കലനവും അതുപോലെ നാടൻ ഗാനങ്ങളുടെ സ്വഭാവ സവിശേഷതകളും എല്ലാം കൂടിയുള്ള ഒരു മിശ്രിതമായിട്ടുള്ളൊരു ഗാനശാഖയാണ് മാപ്പിളപ്പാട്ട്. മലയാള ഭാഷയിൽ പാട്ടുപ്രസ്ഥാനം മണിപ്രവാളത്തെ ഉൾക്കൊണ്ട് വളർന്ന കാലമാണ് മാപ്പിളപ്പാട്ടുകളുടെ ഉത്ഭവം. മാപ്പിളപ്പാട്ടിന് ഏകദേശം 700 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. മാപ്പിളപ്പാട്ടിൻ്റെ മഹാകവി എന്നറിയപ്പെടുന്നത് മോയിൻകുട്ടി വൈദ്യരാണ്. അപ്പം മാപ്പിളപ്പാട്ടിൻ്റെ മഹാകവി എന്നറിയപ്പെടുന്നത് മോയിൻകുട്ടി വൈദ്യരാണ്. അടുത്തത് നമ്മൾ പഠിക്കുന്നത് കാക്കരിശ്ശി നാടകത്തെക്കുറിച്ചാണ്. കാക്കരിശ്ശി നാടകം കേരളത്തിൻ്റെ ആക്ഷേപ ഹാസ്യ നൃത്ത നാടകമാണ് കാക്കരിശ്ശി നാടകം. അപ്പോൾ കേരളത്തിൻ്റെ ആക്ഷേപ ഹാസ്യ നൃത്ത നാടകമാണ് കാക്കരിശ്ശി നാടകം എന്ന് പറയുന്നത്. കൊല്ലക കേശവപിള്ള ആശാനാണ് കാക്കരിശ്ശിയുടെ ജനയിതാവ് അല്ലെങ്കിൽ പിതാവെന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ കൊല്ലക കേശവപിള്ള ആശാനാണ് കാക്കരിശ്ശി നാടകത്തിൻ്റെ പിതാവായിട്ട് കരുതപ്പെടുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വിനോദ ഗ്രാമീണ നാടകമാണ് കാക്കരിശ്ശി നാടകം. അപ്പോൾ കാക്കരിശ്ശി നാടകം പ്രധാനമായിട്ടും പ്രചാരത്തിലുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ്. അനുഷ്ഠാനാംശം തീരെയില്ലാത്ത രംഗാവിഷ്കാരമായ കാക്കരിശ്ശി നാടകം, കാക്കാലച്ചി നാടകം, അതുപോലെ കാക്കാല നാടകം, കാക്കാചരിതം എന്നീ പേരുകളിലുമൊക്കെ അറിയപ്പെടുന്നു. അപ്പോൾ അത് അനുഷ്ഠാന കലയല്ല, പകരം ഇതിന് രംഗാവിഷ്കാരത്തിനാണ് പ്രാധാന്യമുള്ളത്. അതിനെ പറയുന്ന മറ്റ് പേരുകളാണ് കാക്കാലച്ചി നാടകം, കാക്കാല നാടകം, കാക്കാചരിതം എന്നീ പേരുകളിലുമൊക്കെ കാക്കരിശ്ശി നാടകം അറിയപ്പെടുന്നുണ്ട്. കാക്കരിശ്ശി നാടകത്തിന് ഒരു പ്രത്യേക ഘടനയുണ്ട്. പഴയ സംഗീത നാടകത്തിൻ്റെ ശൈലിയിൽ സംഭാഷണവും സംഗീതവും നൃത്തച്ചുവടുകളും ഇഴചേർത്തുകൊണ്ടുള്ള അഭിനയ രീതിയാണ് ഇതിൽ ഉള്ളത്.
സാമൂഹ്യ വിമർശനം, ആക്ഷേപഹാസ്യം എന്നിവ കാക്കരിശ്ശി നാടകത്തിൻ്റെ മുഖ്യ ഘടകങ്ങളാണ്. അപ്പോൾ സാമൂഹ്യ വിമർശനം അതുപോലെ തന്നെ ആക്ഷേപഹാസ്യമൊക്കെ കാക്കരിശ്ശി നാടകത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. തമിഴും മലയാളവും ഇടകലർത്തിയ ഭാഷയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. പ്രധാന കഥാപാത്രങ്ങളാണ് കാക്കാലൻ, കാക്കാത്തി, വേടൻ, വെളിച്ചപ്പാട്, തമ്പുരാൻ, കോമാളി എന്നിവർ. അപ്പം ഇതൊക്കെയാണ് കാക്കാലൻ, കാക്കാത്തി, വേടൻ, വെളിച്ചപ്പാട്, തമ്പുരാൻ, കോമാളി എന്നിവരാണ് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. പശ്ചാത്തല സംഗീതത്തിന് ഉപയോഗിക്കുന്നത് ഡോലക്ക്, ഗഞ്ചിറ, ചെണ്ട, ഹാർമോണിയം, കൈമണി എന്നിവയാണ്. പശ്ചാത്തല സംഗീതത്തിന് ഉപയോഗിക്കുന്നത് ഡോലക്ക്, ഗഞ്ചിറ, ചെണ്ട, ഹാർമോണിയം, കൈമണി എന്നിവയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി SVEEP, അതായത് സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ നടത്തിയ കാക്കരിശ്ശി നാടകത്തിൻ്റെ പേരാണ് നാടകാന്തം വോട്ടകം. നാടകാന്തം വോട്ടകം എന്നായിരുന്നു അതിൻ്റെ പേര്. അടുത്തത് കുമ്മാട്ടിക്കളിയാണ്. കുമ്മാട്ടിക്കളി മകരം, കുംഭം മാസങ്ങളിൽ പുറപ്പെടുന്ന കുമ്മാട്ടിക്കളി കാർഷിക ഉത്സവമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇതിനെ കുമ്മാട്ടിക്കളിയെ ഒരു കാർഷിക ഉത്സവമായിട്ടാണ് കരുതപ്പെടുന്നത്. പാലക്കാട്, തൃശ്ശൂർ, വയനാട് ജില്ലകളിലാണ് കുമ്മാട്ടിക്കളി പ്രചാരത്തിലുള്ളത്. അപ്പോൾ കുമ്മാട്ടിക്കളി പ്രചാരത്തിലുള്ള ജില്ലകളാണ് പാലക്കാട്, തൃശ്ശൂർ, വയനാട്. തൃശ്ശൂരിൽ ഓണക്കാലത്തെ ഒരു വിനോദമായും ചിലയിടങ്ങളിൽ അനുഷ്ഠാന കലയുമായിട്ടാണ് ഇതിനെ പരിഗണിക്കുന്നത്. വടക്കുംനാഥൻ്റെ ആജ്ഞയനുസരിച്ച് ശിവഭൂതങ്ങൾ നൃത്തം ചെയ്യുന്നുവെന്നതാണ് കുമ്മാട്ടിക്കളിക്ക് പിന്നിലെ സങ്കല്പമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വടക്കുംനാഥൻ്റെ ആജ്ഞയനുസരിച്ച് ശിവഭൂതങ്ങൾ നൃത്തം ചെയ്യുന്നു എന്നതാണ് കുമ്മാട്ടിക്കളിക്ക് പിന്നിലെ സങ്കല്പമെന്നാണ് വിശ്വാസം. അടുത്തത് നമ്മൾ പഠിക്കുന്നത് കോൽക്കളിയാണ്. കോൽക്കളി കോലുകൊണ്ടുള്ള കളിയാണ് കോൽക്കളി. മെയ്യും കൈയും മനസ്സും ഒരു ജോഡി കോലിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള കളിയാണ് കോൽക്കളി. കോലടിക്കളിയെന്നും കമ്പടിക്കളിയെന്നും കോലുകളി, കോലാട്ടം എന്നീ പേരുകളിൽ കോൽക്കളി അറിയപ്പെടുന്നു. അപ്പോൾ കോലടിക്കളി, കമ്പടിക്കളി, കോലുകളി, കോലാട്ടം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് കോൽക്കളിയാണ്. പദഭംഗിയും താളാത്മകതയും കോൽക്കളി പാട്ടുകളുടെ പ്രത്യേകതയാണ്. ചുരുങ്ങിയത് 16 കളിക്കാരെങ്കിലും കോൽക്കളിക്ക് അത്യാവശ്യമാണ്. കളരി അഭ്യാസവുമായും പൂരക്കളിയുമായും സാമ്യമുള്ള കളിയാണിത്. അപ്പോൾ കളരി അഭ്യാസമായും പൂരക്കളിയായിട്ടൊക്കെ ഉള്ള സാമ്യമുള്ള ഒരു കളിയാണിത്. ദൃശ്യശ്രാവ്യ സംഗീതങ്ങളെ ചാരുതയോടെ സമന്വയിപ്പിക്കുന്ന കലാശില്പമാണ് കോൽക്കളി എന്ന് പറയുന്നത്. അപ്പോൾ ദൃശ്യശ്രാവ്യ സംഗീതങ്ങളെ ചാരുതയോടെ സമന്വയിപ്പിക്കുന്ന കലാശില്പമാണ് കോൽക്കളി. കോൽക്കളിയിൽ നീണ്ട പാരമ്പര്യം ഉള്ള പ്രദേശമാണ് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലാണ് കോൽക്കളിക്ക് കൂടുതൽ പ്രാധാന്യമുള്ളത്. പയ്യന്നൂരിലെ ആനിടിൽ രാമൻ എഴുത്തച്ഛൻ ഭക്തിരസപ്രധാനമായ ഒട്ടേറെ കോൽക്കളി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. കലാശപ്പാട്ട് എന്ന കൃതി ഇതിൽ ശ്രദ്ധേയമാണ്. അപ്പോൾ പയ്യന്നൂരിലെ ആനിടിൽ രാമൻ എഴുത്തച്ഛൻ ഭക്തി രസപ്രധാനമായ ഒട്ടേറെ കോൽക്കളി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. കലാശപ്പാട്ട് എന്ന കൃതി ഇതിൽ ശ്രദ്ധേയമാണ്. സ്ത്രീകൾ അവതരിപ്പിക്കുന്ന കോൽക്കളി കോലാട്ടം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സ്ത്രീകൾ അവതരിപ്പിക്കുന്ന കോൽക്കളി അറിയപ്പെടുന്നത് കോലാട്ടം എന്ന പേരിലാണ്. നർത്തനത്തിന് ഊന്നൽ നൽകുന്നത് കൊണ്ടാണ് കളിക്ക് കോലാട്ടത്തിൻ്റെ പ്രത്യേകത ലഭിക്കുന്നത്. അടുത്തത് ആയോധന കലകളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അതിൽ കളരിപ്പയറ്റാണ്. കളരിപ്പയറ്റ് കേരളത്തിൻ്റെ ആയോധന കലാരൂപമാണ് കളരിപ്പയറ്റ്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു ആയോധന കലാരൂപമാണ് കളരിപ്പയറ്റ്. മെയ്പ്പയറ്റ്, വടിപ്പയറ്റ്, വെറും കൈ പ്രയോഗം എന്നിവയാണ് കളരിപ്പയറ്റിലെ വിവിധ അഭ്യാസമുറകൾ. അപ്പോൾ കളരിപ്പയറ്റിലെ വിവിധ അഭ്യാസമുറകളാണ് മെയ്പ്പയറ്റ്, വടിപ്പയറ്റ്, വെറും കൈ പ്രയോഗം എന്നിവ. കളരിപ്പയറ്റിലെ അവസാനത്തെ അടവിൻ്റെ പേരാണ് പൂഴിക്കടകൻ. അപ്പോൾ കളരിപ്പയറ്റിലെ
18 അടവുകളാണുള്ളത്. അവസാനത്തത് 18ാമത്തെ അടവാണ്. 18ാമത്തെ അടവിൻ്റെ പേര് നമുക്കൊക്കെ അറിയാം, പൂഴിക്കടകൻ എന്നാണ്. ആയോധന കലയുടെ മാതാവ് എന്നറിയപ്പെടുന്നത് കളരിപ്പയറ്റാണ്. അത് ഓർക്കുക. ആയോധന കലയുടെ മാതാവ് എന്നറിയപ്പെടുന്ന കലാരൂപം ഏതാണ്? കളരിപ്പയറ്റാണ്. അതൊരു ആയോധന കലയാണ് കേട്ടോ. അപ്പോൾ ആയോധന കലയുടെ മാതാവ്, പ്രധാനപ്പെട്ട ഒരു ആയോധന കലയാണ് കളരിപ്പയറ്റ്. അപ്പോൾ ആയോധന കലയുടെ മാതാവ് എന്നറിയപ്പെടുന്നത് കളരിപ്പയറ്റാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ ശാസ്ത്രീയ ആയോധന കലയാണ് കളരിപ്പയറ്റ്. 2021 സംസ്ഥാന സർക്കാരിൻ്റെ കളരിപ്പയറ്റ് അക്കാദമി നിലവിൽ വന്നത് വെള്ളാർ ക്രാഫ്റ്റ് വില്ലേജ്, തിരുവനന്തപുരത്തെ വെള്ളാർ ക്രാഫ്റ്റ് വില്ലേജിലാണ് 2021 സംസ്ഥാന സർക്കാരിൻ്റെ കളരിപ്പയറ്റ് അക്കാദമി നിലവിൽ വന്നത്. അടുത്തത് ആദിവാസി കലകളാണ്. ആദിവാസി കലകൾ. ഒന്നാമത്തത് ഗദ്ദികയാണ്. ഗദ്ദിക വയനാട്ടിലെ ഗോത്രവർഗക്കാർക്കിടയിൽ ഉള്ള കലാരൂപമാണ് ഗദ്ദിക. വയനാട്ടിലെ ഗോത്രവർഗക്കാർക്കിടയിലുള്ള അല്ലെങ്കിൽ ആദിവാസി വിഭാഗക്കാർക്കിടയിലുള്ളൊരു കലാരൂപമാണ് ഗദ്ദിക. ഗദ്ദിക പ്രചാരത്തിലുള്ളത് വയനാട്ടിലെ അടിയർ ആദിവാസി വിഭാഗത്തിലാണ്. വയനാട്ടിലെ അടിയർ ആദിവാസി വിഭാഗത്തിലാണ് ഗദ്ദിക പ്രചാരത്തിലുള്ളത്. വിശ്വാസത്തിൻ്റെ ഭാഗമായി മാത്രം അവതരിപ്പിച്ചു പോന്നിരുന്ന ഗദ്ദിക അതിൻ്റെ കലാമൂല്യങ്ങളോട് കൂടി കേരളത്തിനകത്തും പുറത്തുമുള്ള പൊതുവേദികളിൽ അവതരിപ്പിക്കാനായിട്ട് നേതൃത്വം നൽകിയ വ്യക്തിയാണ് PK കാളൻ. അപ്പോൾ PK കാളനാണ് ഈ ഗദ്ദിക എന്ന ഈ ആദിവാസി രൂപത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി ആ കലാരൂപത്തെ വെളിച്ചത്തേക്ക് എത്തിച്ചത് PK കാളൻ എന്ന വ്യക്തിയാണ്. അപ്പോൾ PK കാളൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ഉത്തരം ഗദ്ദികയാണ്. അടുത്തത് മുടിയാട്ടമാണ്. മുടിയാട്ടം കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ അവതരിപ്പിച്ചു വരുന്ന സമൂഹ നൃത്തമാണ് മുടിയാട്ടം. അപ്പോൾ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ അവതരിപ്പിച്ചു വരുന്ന സമൂഹ നൃത്തമാണ് മുടിയാട്ടം. യുവതിയും ബാലികമാരുമാണ് മുടിയാട്ടം നടത്തുന്നത്. മുടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന വാദ്യങ്ങളാണ് മദ്ദളം, പറ, മരം, കരു, കൊക്കരോ എന്നിവ. അപ്പം മുടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വാദ്യങ്ങളാണ് മദ്ദളം, പറ, മരു, മുടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന വാദ്യങ്ങളാണ് മദ്ദളം, പറ, മരം, കരു, കൊക്കരോ എന്നിവ. വടക്കൻ കേരളത്തിൽ നീലിയാട്ടം എന്നറിയപ്പെടുന്ന കലാരൂപമാണ് മുടിയാട്ടം. അപ്പോൾ ഓർക്കുക, വടക്കൻ കേരളത്തിൽ നീലിയാട്ടം എന്നറിയപ്പെടുന്ന കലാരൂപം ഏതാണ്? മുടിയാട്ടമാണ്. ഓർക്കുക, നീലിയാട്ടം എന്നറിയപ്പെടുന്ന കലാരൂപം മുടിയാണ്. അത് നമുക്ക് ഓർക്കാനായിട്ടൊരു എളുപ്പമുണ്ട്. അത് കള്ളിയങ്കാട്ട് നീലിക്ക് കൂടുതൽ മുടിയുണ്ടല്ലോ, അത് ഓർത്താൽ മാത്രം നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ നീലിയാട്ടം എന്നറിയപ്പെടുന്ന കലാരൂപം മുടിയാട്ടമാണ്. അടുത്തത് മലപ്പുലയാട്ടമാണ്. മലപ്പുലയർ ആഘോഷങ്ങളോടനുബന്ധിച്ച് നടത്തുന്ന ആകർഷകമായ നൃത്തരൂപമാണ് മലപ്പുലയാട്ടം. അപ്പം മലപ്പുലയർ എന്ന ആദിവാസി വിഭാഗം അവരുടെ ആഘോഷങ്ങളോട് അനുബന്ധിച്ച് നടത്തുന്ന ആകർഷകമായ നൃത്തരൂപമാണ് മലപ്പുലയാട്ടം. നൃത്തത്തിന് പാട്ട് പാടാറില്ല എന്നതാണ് മലപ്പുലയാട്ടത്തിൻ്റെ പ്രധാന പ്രത്യേകത. ഈ നൃത്തത്തിന് നമ്മൾ പാട്ട് പാടാറില്ല, അതാണ് ഇതിൻ്റെ പ്രത്യേകത. പ്രധാന വാദ്യങ്ങൾ ചിക്കുവാദ്യം, ഉറുമി, അതിൻ്റെ പ്രത്യേകത തുടി പോലുള്ള വാദ്യമാണ്. കിഴിമുട്ടി, കുഴൽ, കട്ടവാദ്യം, ഇതൊക്കെയാണ് ഇതിനുപയോഗിക്കുന്ന വാദ്യങ്ങൾ. ഇപ്പോൾ ചിക്കുവാദ്യം, ഉറുമി, കിഴിമുട്ടി, കുഴൽ, കട്ടവാദ്യം എന്നിവയാണ് പ്രധാനപ്പെട്ട വാദ്യോപകരണങ്ങൾ. അടുത്തത് തിറയാട്ടമാണ്. തിറയാട്ടം കേരളത്തിൽ തെക്കൻ മലബാറിലെ കാവുകളിലും അതുപോലെ തറവാട്ട് സ്ഥാനങ്ങളിലും നടത്തുന്ന അനുഷ്ഠാന കലാരൂപമാണ് തിറയാട്ടം. അപ്പോൾ കേരളത്തിലെ തെക്കൻ മലബാറിൽ, അതായത് കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ കാവുകളിലും തറവാട്ട് സ്ഥാനങ്ങളിലുമൊക്കെ നടത്തുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് തിറയാട്ടം. നൃത്തവും അഭിനയക്രമവും ഗീതങ്ങളും വാദ്യഘോഷങ്ങളും മുഖമെഴുത്തും മെയ്യെഴുത്തും ആയോധന കലയും അനുഷ്ഠാനങ്ങളും സമന്വയിപ്പിക്കുന്ന ചടുലമായ ഗോത്ര കലാരൂപമാണ് തിറയാട്ടം. തിറയാട്ടത്തിൽ വേഷങ്ങൾ നിർമ്മിക്കുന്നത് കുരുത്തോല, പാള, മുള, ചിരട്ട, തടവി എന്നിവ ഉപയോഗിച്ചാണ്. അപ്പോൾ ഇതിന് വേണ്ട വേഷങ്ങളൊക്കെ നിർമ്മിക്കുന്നത് കുരുത്തോല, പാള, മുള, ചിരട്ട, തടവി എന്നിവ ഉപയോഗിച്ചാണ്. ചെണ്ട, ഇലത്താളം, തുടി, കുഴൽ
എന്നിവയാണ് ഇതിനുപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വാദ്യോപകരണങ്ങൾ. അപ്പോൾ പ്രധാനപ്പെട്ട വാദ്യോപകരണങ്ങൾ ഏതൊക്കെയാണ്? ചെണ്ട, ഇലത്താളം, തുടി, കുഴൽ എന്നിവയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയത് കേരളത്തിലെ ദൃശ്യശ്രാവ്യ കലകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേരളത്തിലെ അനുഷ്ഠാന കലകൾ, അതുപോലെ തന്നെ നാടൻ കലാരൂപങ്ങൾ, പിന്നെ ആദിവാസി കലകൾ, ആയോധന കലകൾ, ഇതൊക്കെയാണ് നമ്മളിന്ന് പഠിച്ചത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.